കാക്കയങ്ങാട് പുന്നാട് റോഡിൽ മാമ്പറത്തിന് സമീപം റോഡിൽ രൂപപ്പെട്ട കുഴിയാണ് വാഹനയാത്രക്കാർക്ക് അപകടക്കെണിയായി മാറുന്നത്. സ്വകാര്യ ടെലികോം കമ്പനി കേബിൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് റോഡിൽ കുഴിച്ച കുഴി മൂടിയ ശേഷം അശാസ്ത്രീയമായി ടാർ ചെയ്തതാണ് ദുരിതത്തിന് കാരണമായിരിക്കുന്നത്. മണ്ണിട്ട ശേഷം വേണ്ടത്ര ഉറപ്പിക്കാതെ ടാർ ചെയ്തതാണ് കുഴി രൂപപ്പെടാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇതുമൂലം ഇരുചക്ര വാഹനങ്ങൾ നിയന്ത്രണം വിട്ടുമറിഞ്ഞ് ഇതിനകം തന്നെ സ്ത്രീകളടക്കമുള്ള നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കാക്കയങ്ങാട് പുന്നാട് റോഡിൽ പുന്നാടിൽ നിന്നും മീത്തല പുന്നാട് വരെയുള്ള ഭാഗം മെക്കാഡൻ ടാറിംഗ് പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലും മീത്തല പുന്നാട് മുതൽ കാക്കയങ്ങാട് വരെയുള്ള ഭാഗം കുണ്ടും കുഴിയും നിറഞ്ഞതാണെന്നും MLA കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് അവശേഷിക്കുന്ന ഭാഗം മെക്കാഡം ടാറിംഗ് പൂർത്തീകരിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. ഈ പുന്നാട് കാക്കയങ്ങാട് റോഡിൽ മാമ്പറം പ്രദേശത്ത് എയർടെല്ലിൻ്റെ കേബിൾ ഒഴിക്കുന്നതായിട്ട് ബന്ധപ്പെട്ട് ഒരു കുഴി വെച്ചിട്ടുണ്ടായിരുന്നു 5-6 മാസം മുന്നേ. അത് ഒരു മിഷൻ അതിൻ്റെ ഉള്ളിൽ കുടുങ്ങിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ JCB വെച്ച് റോഡ് മുഴുവൻ PWD റോഡ് മുഴുവൻ കളച്ച് രാത്രി വന്ന് കളച്ച് അവിടെയുള്ള മിഷൻ കിട്ടിയിട്ടുമില്ല. അതിനുശേഷം കോൺക്രീറ്റ് നാട്ടുകാർ പ്രശ്നമാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്നു PWD ഉദ്യോഗസ്ഥരടക്കം വന്ന് പരിശോധിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ടാറിങ് ചെയ്തതെന്ന് വെച്ചാൽ റോഡ് അടിയിൽ വെറും മണ്ണ് മാത്രം ഇട്ടിട്ട് അതിൻ്റെ മുകളിലാണ് ടാർ ചെയ്തത്. ആ ടാർ ചെയ്ത പ്രദേശം മുഴുവൻ മഴക്കാലത്ത് കുഴിഞ്ഞു അടിയിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വാഹനങ്ങൾ നിരന്തരം വീഴുന്ന ഒരവസ്ഥയുള്ളത്. പെട്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവില്ല, ഈ ഒരു അപകടക്കണി മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ നിരന്തരം എല്ലാ ദിവസവും വീണിട്ട് ആളുകൾക്ക് പരിക്ക് പറ്റി. ഇന്നലെ ഒരു സ്ത്രീ അടക്കം ആശുപത്രി പോയിട്ടുണ്ട് ഇവിടുന്ന് വീണിട്ട്. പിന്നെ ഈ റോഡിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ മീത്തല പുന്നാട് വരെ നല്ല മെക്കാഡൻ ടാറിങ്ങാണ് ഉള്ളത്. അതിനുശേഷം കാക്കയങ്ങാട് വരെയുള്ള റോഡ് മെക്കാഡൻ ചെയ്തില്ല എന്നുള്ളൊരു പോരായ്മയും കൂടി ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ആ റോഡും കൂടി ടാർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ MLA പേരാവൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ റോഡുള്ളത്. നമ്മുടെ MLAയും ബഹുമാനപ്പെട്ട മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫിൻ ഇടപെട്ടുകൊണ്ട് ഈ റോഡ് മുഴുവൻ മെക്കാഡൻ ടാറിങ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇടപെടലും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തണം എന്നാണ് പറയാനുള്ളത്. ഹൈ വിഷൻ ന്യൂസ്, കാക്കയങ്ങാട്.